നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ബി. കേരളത്തിലെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതായത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കേരളം ഏറെ വാഴ്ത്തിയ നിലപാടുകൾ കൊണ്ട് കൃത്യമായ ഒരുപാട് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒരു സ്ഥാനം തങ്ങളുടെ മനസ്സിൽ കൊടുത്ത നേതാവായിരുന്നു ശ്രീ വി.എസ്. അച്യുതാനന്ദൻ. ആ വി.എസ്. അച്യുതാനന്ദന് പത്മവിഭൂഷൺ, അതായത് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ, CPM-ന്റെ, അതായത് വി.എസ്. അച്യുതാനന്ദന്റെ തന്നെ പാർട്ടിയിലെ സർക്കാർ ഒരു തരത്തിൽ പോലും ശുപാർശ ചെയ്യാതെ കേന്ദ്ര സർക്കാർ നേരിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് സഖാവ് വി.എസിന് പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി കൊടുത്തിരിക്കുന്നു. ഇത് BJP-യെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല, മറ്റുള്ളവരെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു സന്ദേശമാണ് BJP കൊടുക്കുന്നത്. മറ്റൊരു എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ബഹുമാനിക്കപ്പെടുന്ന, അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള ബഹുമാനങ്ങളെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി BJP മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പത്മ പുരസ്കാരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത്, അതായത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇപ്പുറത്തേക്ക്, ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഒരു പരിധിവരെയെങ്കിലും കഴിവുള്ളവരുടെ കൈകളിലേക്ക് ഈ പത്മ പുരസ്കാരങ്ങൾ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനുശേഷം ഇപ്പുറത്തേക്ക് ഈ പറയുന്ന തങ്ങളോടൊപ്പം നിൽക്കുന്ന, അതായത് ഭരിക്കുന്ന ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കഴിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ഭരിക്കുന്ന പാർട്ടിയെ പുകഴ്ത്തുന്നതാണ് പത്മ പുരസ്കാരങ്ങൾക്കുള്ള ഏറ്റവും വലിയ അർഹത എന്ന് കരുതിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ. പിന്നീട് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കണ്ടത് ഒരുപാട് സാധാരണക്കാരനിലേക്ക് ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ എത്തുന്നതാണ്. ഒരുപാട് കർഷകരിലേക്ക്, അതായത് വയനാട്ടിലെ രാമൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അവിടുത്തെ കർഷകരുടെ ആദിവാസി നേതാവായിട്ടുള്ള രാമേട്ടൻ, അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് പത്മ പുരസ്കാരം എത്തുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ ഒരു വലിയ വനിതയ്ക്ക്, കേരളത്തിൽ തന്നെയുള്ള ഒരു വലിയ വനിതയ്ക്ക്, അവരുടെ പേര് നിർഭാഗ്യവശാൽ എന്നോട് മറന്നുപോയി, അവർക്ക് ഈ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് KT തോമസിന് അർഹിക്കുന്ന അംഗീകാരം എന്നതുപോലെ മികച്ച ന്യായാധിപന് ആ പുരസ്കാരം കിട്ടുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം പ്രകാശ് രാജിന്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു, മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല, അതായത് പത്മഭൂഷൺ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം കൊടുക്കാത്തത്? മോഹൻലാലിന് പുരസ്കാരം കിട്ടും, പക്ഷെ മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയ പ്രകാശ് രാജിനെ പോലുള്ളവരുടെ അണ്ണാക്കിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുത്തിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. അർഹമായ സമയത്ത് അർഹമായ കൈകളിലേക്ക് പത്മ പുരസ്കാരങ്ങൾ എത്തിക്കുക. ഈ സെലിബ്രിറ്റികൾക്കും ഒരു പരിധിയിൽ കൂടുതൽ ജനങ്ങൾക്ക് മുകളിൽ താരങ്ങളായി നിൽക്കുന്ന ആളുകൾക്കും മാത്രമല്ല പത്മ പുരസ്കാരങ്ങൾ കിട്ടേണ്ടത്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച, അത് കൃഷിക്കാരനായിക്കോട്ടെ, സാമൂഹിക രീതികളിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതങ്ങളിൽ ഇടപെടുന്ന ആളുകളായിക്കോട്ടെ, ആ തരത്തിൽ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ഘട്ടങ്ങളിലൂടെ അവരെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരിലേക്ക് ഈ പുരസ്കാരങ്ങൾ എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പത്മ പുരസ്കാരങ്ങളെ ഏറെ വേറിട്ടതാക്കുന്നതും ജനകീയമാക്കുന്നതും. ഒരു കാഴ്ച, എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന ഒരു മഹാവയോധികനായ യോഗിയെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പത്മ പുരസ്കാരങ്ങൾ കൊടുത്തപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന ആ വയോവൃദ്ധനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ചേർന്ന് താണു വണങ്ങി കുമ്പിട്ട് കാൽ തൊട്ട് ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ശക്തി അവിടെ കാണിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരിലേക്ക് അർഹിക്കുന്ന കൈകളിലേക്ക് ഈ പുരസ്കാരങ്ങൾ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ പറയുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. അർഹിക്കുന്ന അംഗീകാരം ശ്രീ വി.എസിനെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ളത്. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് നമുക്ക് ഒരുപാട് ആളുകളോട് അഭിപ്രായമുണ്ട്. ശ്രീ വി.എസ്. അച്യുതാനന്ദന് മാത്രമല്ല, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കും പത്മഭൂഷൺ കിട്ടണം, അല്ലെങ്കിൽ പത്മശ്രീക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് അദ്ദേഹത്തെ മരണാനന്തര ബഹുമതിയായി തേടിയെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പക്ഷേ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും ഈ രാഷ്ട്രീയത്തിന് അതീതമായ ആളുകളെ തേടി പിടിച്ചു കൊടുക്കുന്നതിന്റെ ഒരു രീതിയുണ്ട്, ഒരു നന്മയുണ്ട്. നമുക്ക് പലതും പറയാം, ഇപ്പം രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ പറയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ തവണയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള പത്മ പുരസ്കാരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണക്കാരനിലേക്കും എല്ലാ മേഖലയിലും എന്താണ് ഒരു സാധാരണ മനുഷ്യന് ഏറ്റവും കൂടുതൽ അടുത്ത് കിട്ടുന്ന ആളുകളിലേക്ക് പത്മ പുരസ്കാരങ്ങൾ എത്തി എന്നുള്ളത് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നതാണ്. ഈ തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് അത് കാണാൻ വേണ്ടി സമൂഹത്തിലെ നാനാതുറകളിലുള്ള ആളുകളെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക്, അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ആളുകളുണ്ട്, CPM പൊളിറ്റിക്സിലുള്ള ആളുകളുണ്ട്, മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുണ്ട്. അവരെയൊന്നും രാഷ്ട്രീയത്തിന്റെ പേരിൽ അകറ്റി നിർത്താതെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരേഡ് ഇന്ന് അവിടെ നടന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. അവിടെയാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന മോദി മാജിക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ കാണേണ്ടത്. ഇവിടെ VS ഈ പറയുന്ന പുരസ്കാരം കൊടുത്തതിനോട് വിയോജിക്കുന്ന BJP-ക്കാർ പോലും ഉണ്ടായിരിക്കാം. അത് അവരുടെ രാഷ്ട്രീയമാണ്, അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ VS എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ കേരളത്തിലെ ജനത എത്രത്തോളം നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. VS എടുത്ത നിലപാടുകൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായി നിന്നുകൊണ്ട് പല കാര്യങ്ങൾക്കെതിരെയും പോരാടിയ ആ VS-ന്റെ കാലഘട്ടത്തിന് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നടിഞ്ഞ് ഈ പറയുന്ന ഏറ്റവും വലിയ അഴിമതിയുടെ കരാളഹസ്തങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രക്തസാക്ഷി ഫണ്ട് പോലും മുക്കുകയും ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട നേതാവിനെ ഇതുവരെ SIT പിടിച്ചകത്തിട്ടിട്ട് ഈ നിമിഷം വരെ പുറത്താക്കാതെ സംരക്ഷിച്ചു നിർത്തുകയും, എന്നാൽ കണ്ണൂരിലെ പാർട്ടിക്ക് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ, ആ രക്തസാക്ഷിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് വെട്ടിച്ച് ആ രക്തസാക്ഷിയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത പണത്തെ പിരിച്ച് അത് മോഷ്ടിച്ച ആളുകൾക്കെതിരെ കൃത്യമായ തെളിവോടുകൂടി CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു പാവപ്പെട്ട സഖാവ്, അയാൾക്കൊന്നും കിട്ടാനില്ല, ഇനി അയാൾക്കൊരു MLA സ്ഥാനമില്ല, അയാൾക്കൊരു മന്ത്രിസ്ഥാനം വേണ്ട, അയാൾ ഒരു ജനപ്രതിനിധി പോലും ആയിരുന്നില്ല. ഈ പാർട്ടിയെ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു മനുഷ്യൻ പരാതി കൊടുത്തപ്പോ പത്മകുമാറിനെ സംരക്ഷിച്ച അതേ പാർട്ടി രക്തസാക്ഷികളുടെ ഫണ്ട് മുക്കിയതിന്റെ പേരിൽ ആ പരാതി കൊടുത്ത സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഏറ്റവും സുന്ദരവും മനോഹരവുമായ കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. ആ രീതിയിലേക്ക് VS-ന്റെ കാലഘട്ടത്തിന് ഇപ്പുറത്തേക്കുള്ള കേരളത്തിലെ CPM-ന്റെ പോക്ക്, എപ്പോഴും CPM-ന്റെ അണികളെ നമ്മുടെ ചിഹ്നം, നമ്മുടെ കൊടി, പുന്നപ്ര വയലാർ, അതുപോലെ തന്നെ ചെങ്കൊടി എന്നൊക്കെ പറഞ്ഞ് അവസാന നിമിഷങ്ങളിൽ, തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ എരുകേറ്റുന്ന, രക്തം തിളപ്പിക്കുന്ന ഒരു തീരുമാനമുണ്ട് പാർട്ടിക്ക് പലപ്പോഴും. അത് VS-ന്റെ അവസാന കാലഘട്ടങ്ങളിൽ VS പറഞ്ഞ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ പ്രസ്താവനയും നമ്മൾ എടുത്ത് പഠിക്കേണ്ടതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ VS-നോട് ഒരുപാട് എതിരഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത നിലപാടുകൾ പലതും ശരിയായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നിരുന്നു. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് VS എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു നേതാവിനെ അത്രയും അവർ നെഞ്ചേറ്റിയത്. അതിനുള്ള ഒരു ഈ പറയുന്ന അംഗീകാരം മോദി സർക്കാർ VS-ന് കൊടുത്തത്. അതവർ സ്വീകരിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ CPM-ന് ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. പണ്ട് ജ്യോതി ബസുവിനും അതുപോലെ തന്നെ പല നേതാക്കന്മാർക്കും ഒക്കെ ഈ പറയുന്ന പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോ ആ പത്മ പുരസ്കാരങ്ങൾ നിരസിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പോ കുറച്ചുകൂടെ CPM മാറിയിട്ടുണ്ട്. ആ കുടുംബം അത് സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് നേരിട്ട് സ്വീകരിക്കുമോ എന്നറിയില്ല, പക്ഷെ അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർട്ടിയും അതിനെ എതിർക്കുന്നതായിട്ട് കാണുന്നില്ല.